നമസ്കാരം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് എൻ്റെ ഡെയിലി ഉള്ള വീഡിയോയുടെ കോണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾക്ക് നേരെ, മൈനോറിറ്റീസിന് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടാറുണ്ട്. ആ നെഗറ്റീവ് കമൻസ് മെയിൻലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെജോറിറ്റീസിന് നേരെയുള്ള ക്രൈമുകളൊന്നും നീ കാണുന്നില്ലേ, അവർക്ക് നേരെ അക്രമങ്ങൾ നടത്തുന്നത് അത് മാത്രം എന്താ നീ കാണാത്തെ, നീ ഒരു പ്രത്യേക വിഭാഗത്തെ സൂചിപ്പിക്കാൻ നോക്കുവാണോ, അവരുടെ PR ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ എൻ്റെ വീഡിയോയിൽ അല്ലെ എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്ന മറ്റ് കണ്ടന്റുകളൊക്കെ കാണാതെയാണ് വന്നിങ്ങനെ ഇരുന്ന് ചോദിക്കുന്നത്. ഞാൻ എല്ലാ രീതിയിലുള്ള മെജോറിറ്റീസിന് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ആയിക്കോട്ടെ, മൈനോറിറ്റീസിന് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ക്രൈമിനെ കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട്, മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ഹിന്ദുക്കൾ ഇൻവോൾവ് ആയിട്ടുള്ള ക്രൈമിനെ കുറിച്ച് ചെയ്യാറുണ്ട്, ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങളെക്കുറിച്ചും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ആ വീഡിയോസ് ഒന്നും ആരും കാണത്തില്ല. ഈ വീഡിയോസ് മാത്രം കണ്ടിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ വന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ചാനലിലിടുന്ന എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ബയാസ്ഡ് ആയിട്ടല്ല സംസാരിക്കാറുള്ളത്. ഒരു പക്ഷവും പിടിച്ച് ഞാൻ സംസാരിക്കാറില്ല. തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരത്തില്ല. കാരണം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഒരു വിഭാഗം നമ്മളെ കുറ്റം പറയാനുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇനി ബാക്ക് ടു ദ ടോപ്പിക്. അപ്പം ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ അടിയിൽ ഇപ്പം സ്ഥിരമായിട്ട് ഒരു പർട്ടിക്കുലർ കമൻറ്റ് ഞാൻ കാണാറുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് നീ ഇതുവരെയും കണ്ടില്ലേ, നിന്റെ കണ്ണിൽ കുരുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻ്റ് ഇടാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒത്തിരി പേര് കൺസേൺ ആകുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഹ്യൂമാനിറ്റി ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൺസേൺ ഉണ്ടാകും. കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹിന്ദുക്കൾ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്കൊരു റൈറ്റും ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സപ്പോർട്ടില്ല, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ ബംഗ്ലാദേശിൻ്റെ കാര്യം കണ്ടില്ലേ എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, അത് ഞാൻ കണ്ടല്ലോ, അതിനെപ്പറ്റി ഞാൻ വീഡിയോയും ചെയ്തിട്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങളത് കാണാഞ്ഞത്? കാണത്തില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ വന്ന് ചൊറിയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റത്തില്ല. ഇതൊന്നും കാണത്തില്ല. കാണാതെ വന്ന് എന്നെ ജഡ്ജ് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വരുത്തി തീർക്കണം, ഞാൻ ഒരു വിഭാഗത്തെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അഥവാ ഞാൻ ഇനി ഇവർ പറയുന്ന രീതിയിലുള്ള കോണ്ടന്റ് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ വന്നിട്ടൊരു കമൻ്റ് ഉണ്ട്, അയ്യോ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യല്ലേ, ചെയ്തു കഴിഞ്ഞാൽ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും. പൊക്കോട്ടെ, അൺസബ്സ്ക്രൈബ് ചെയ്തു പോകുന്നവർ പൊക്കോട്ടെ. എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം, എല്ലാ കാര്യവും ഇവഞ്ച്വലി ചേഞ്ച് ആകും. ഒന്നും തന്നെ എല്ലാ കാലത്തും നമ്മളൊപ്പം നിൽക്കില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ സുഖിപ്പിക്കുന്നവരും അല്ലാത്തവരും ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. മനസ്സിലായോ? ഞാൻ എല്ലാ ബോധ്യത്തോടു കൂടിയും ജീവിക്കുന്ന വ്യക്തിയാണ്. അത് ഇനി ബംഗ്ലാദേശിനെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ള ആൾക്കാരോടാണ് എനിക്ക് ബാക്കി പറയാനുള്ളത്. ഈ ബംഗ്ലാദേശിനെ കുറിച്ച് ആലോചിച്ച് കൺസേൺ ആയിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ കുറിച്ച് ആലോചിച്ച് കണ്ണീര് വാർക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവരെക്കുറിച്ച് കൺസേൺ ആകാനുള്ള യോഗ്യത നമുക്കുണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴുള്ള ഇന്ത്യയിൽ നിലനിന്നുകൊണ്ട് ആ രാജ്യത്ത് നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് കൺസേൺ ആകാനുള്ള യോഗ്യത നമുക്കില്ല. 1% പോലും ഇല്ല. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ അത്തരം സിറ്റുവേഷനാണ്. അവിടുത്തെ മൈനോറിറ്റീസ് ആണ് ഹിന്ദുക്കൾ. അതേപോലെ തന്നെ ഇവിടുത്തെ മൈനോറിറ്റീസിന് നേരെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഹെയ്റ്റ് സ്പീച്ച് നടക്കുന്നുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, പ്രിജുഡീസ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതും ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി. ഒരു പാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം അവസാനമായിട്ട് ഈ 2024 വന്ന് നിൽക്കുമ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഈ ക്രൈമിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2025 ചെല്ലുമ്പോഴേക്കും ഇത് വല്ലാത്ത രീതിയിലുള്ളൊരു സെനേറിയോ ആയിട്ട് മാറും.
ഗവൺമെന്റ് ഒന്നും തന്നെ ഇടപെടുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ, മതം റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ആ കേസുകളിൽ ഇടപെട്ടിട്ട് അത് നിർത്തലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഇവിടെ ഗവൺമെന്റ് കണ്ണടക്കുകയാണ്. ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നതോടുകൂടി ഓരോ വർഷവും ചെല്ലും തോറും ഈ ക്രൈമിന്റെ റേറ്റ് കൂടുവാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഇതിനെക്കുറിച്ചൊന്നും വലിയ രീതിയിലുള്ള പ്രൂഫ് ഞാൻ തരേണ്ടതില്ല. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. മൈനോറിറ്റീസിന് നേരെ ഒരുപാട് അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. തിരിച്ച് മൈനോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് മെജോറിറ്റീസിലുള്ള ആൾക്കാരുടെ നേരെയും അക്രമങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റുള്ള രാജ്യത്തെക്കുറിച്ച് കൺസേൺ ആകാനുള്ള അവകാശമോ യോഗ്യതയോ നമുക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ബംഗ്ലാദേശിനെ കുറിച്ച് കൺസേൺ ആകുകയും അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് കണ്ണീര് വാർക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ചേഞ്ച് ആകുക, നമ്മൾ ആദ്യം മാറുക. ഓക്കെ, നമുക്ക് യോഗ്യത ഉണ്ടാക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുക. നമ്മുടെ ഗാന്ധിജി പറഞ്ഞതുപോലെ ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചേഞ്ച് ആദ്യം നമ്മളാകണം. ഓക്കെ, നമ്മൾ മാറണം. നമ്മൾ തന്നെ ആലോചിക്കണം, നമ്മളുടെ ഭാഗത്ത് നിന്ന് മൈനോറിറ്റീസിൻ്റെ നേരെ പ്രത്യേകിച്ച് അക്രമങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല എങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്? ആവശ്യമില്ലാത്ത മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുവാണ്, ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങൾ ഉണ്ടാക്കുന്നു, ലഹളകൾ ഉണ്ടാക്കുന്നു, വിശ്വാസങ്ങളെ കുറിച്ചൊന്നും അനുഷ്ഠിക്കാനോ വിശ്വാസങ്ങളൊക്കെ പീസ്ഫുൾ ആയിട്ട് അനുഷ്ഠിച്ചു പോകാനോ ഉള്ള സാഹചര്യം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യത്തെയുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്കൊരു അവകാശവുമില്ല. സോ ആദ്യം ഇവിടെ ചേഞ്ച് ആക്കിയിട്ട്, ഇവിടെ നന്നാക്കിയിട്ട് മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് ബേജാറാകുക.